നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. LGS മുതൽ KS വരെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫീസില്ല കളരി എന്ന പേരിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രധാനമായ ആർട്ടിക്കിളുകളെ കുറിച്ച് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഒരു ക്ലാസ് നൽകിയിരുന്നു. ആർട്ടിക്കിൾ 1 കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് നൽകിയത്. അതിൽ കിട്ടിയ ആ ഒരു പോസിറ്റീവ് കമന്റ് മുൻനിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് ഈ രണ്ടാമത്തെ ഒരു ക്ലാസ് നമ്മൾ ഇടുന്നത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. ഏത് കമന്റ് ആണോ കൂടുതൽ, അതായത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു വേണം എന്നുള്ള കമന്റുകളാണ് കൂടുതലെങ്കിൽ അതനുസരിച്ച് ക്ലാസ്സുകൾ ഇടും. ഇനി അതല്ല, ക്ലാസ്സുകൾ വേണ്ട എന്ന രീതിയിലുള്ള കമന്റ് ആണ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലാസ്സുകൾ നമ്മൾ തുടർന്ന് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആ ഒന്നാമത്തെ ആർട്ടിക്കിളിന് ശേഷം വരുന്ന 2, 3, 4 ആർട്ടിക്കിളുകളാണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒന്നാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ എത്രാമത്തതാണ്? ആർട്ടിക്കിൾ 2ാമത്തെ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കുന്നത്. ഈ ആർട്ടിക്കിൾ 2 എന്ന് വെച്ചാൽ വളരെ വളരെ സിമ്പിൾ ആണ്. ഈ ആർട്ടിക്കിൾ 2 പറയുന്ന കാര്യം എന്തെന്നറിയാമോ? അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ഇൻ ടു ദ യൂണിയൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എന്ന ആ ഒരു മഹാരാജ്യത്തിലേക്ക് പുതിയ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സംസ്ഥാനങ്ങളാണ്. ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ പുതിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ പുതിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം ആയിട്ടുള്ളതാകരുത്. അതായത് അതർ ദാൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ് ഇവിടെ പറയുന്നത്. അതർ ദാൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അത് ഇന്ത്യയുടെ ഉള്ളിലുള്ള ഭൂപ്രദേശമല്ല, ഇത് ഇന്ത്യക്ക് വെളിയിലുള്ള ഭൂപ്രദേശമാണ്. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അയൽ രാജ്യത്തിൻ്റെതാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന പ്രദേശങ്ങളുമാകാം. അത് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാലും എന്താണ്, അത് നമ്മുടേതായി മാറും. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ ഭൂപ്രദേശത്തെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. ആ കൂട്ടിച്ചേർക്കുന്ന ഭൂപ്രദേശം നിലവിൽ ഇന്ത്യയുടേതാവാൻ പാടില്ല. ഇന്ത്യയുടേതല്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയുടേതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 2 എന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപ്രദേശം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അല്ലെ, ആ ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ജാഫ്ന എന്ന് പറയുന്ന ഒരു പെനിൻസുല. ആ ജാഫ്ന പെനിൻസുലയെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഈ 2 എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇന്ത്യയുടേതല്ലാത്ത ജാഫ്ന എന്ന് പറഞ്ഞ പ്രദേശം ഇന്ത്യയുടേതാക്കി മാറ്റുവാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ആർട്ടിക്കിൾ ആണ് 2 എന്ന് പറയുന്നത്. ആ ജാഫ്നയെ നമ്മൾ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് അതല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഈ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നത് ഈ 2 എന്ന ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ 2 എന്ന ആർട്ടിക്കിൾ പ്രകാരം നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിച്ചേർത്ത പ്രദേശങ്ങൾ വേറെയുണ്ട്. ഏതെല്ലാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ. ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, പിന്നെയോ ഗോവ, പുതുച്ചേരി. ഇതൊക്കെ ആരുടെ പ്രദേശമായിരുന്നു? ഇതൊക്കെ പോർച്ചുഗീസുകാരുടെയും അതേപോലെ ഫ്രഞ്ചുകാരുടെയും പ്രദേശമല്ലായിരുന്നു, ഇന്ത്യയുടെ പ്രദേശമായിരുന്നില്ലല്ലോ. ഇന്ത്യ 47 സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ പ്രദേശങ്ങൾ ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലല്ലായിരുന്നു. അപ്പോൾ ഈ പ്രദേശങ്ങൾ നമ്മൾ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമോ സംസ്ഥാനമോ ഒക്കെ മാറ്റി നമുക്ക് എടുക്കാൻ സാധിച്ചത് ഈ പറയുന്ന 2 എന്ന ആർട്ടിക്കിളിന്റെ ആ നിർവചനം അനുസരിച്ചാണ്. അപ്പൊ സംശയമുള്ളവർക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് 3ാമത്തെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും. ആർട്ടിക്കിൾ 3 പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പവറിനെ പറ്റിയാ പറയുന്നത്. എന്ത് പവർ? ആരുടെ പവർ? ആ പവർ വേറെ ആർക്കുള്ളതല്ല, അത് ആർക്കുള്ളതാണ്? അത് പാർലമെന്റിന്റെ പവറാണ് അല്ലെ. പാർലമെന്റിന്റെ പവറിനെ പറ്റി പറയുന്നു. പാർലമെന്റിന്റെ എന്ത് പവറിനെ പറ്റി പറയുന്നു? ഇവിടെ പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള ഏതൊരു ഭൂപ്രദേശത്തെയും എന്ത് ചെയ്യാനുള്ള, 2 മാറ്റാനോ 3 മാറ്റാനോ ഒക്കെ ഉള്ള അധികാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനകത്ത്, ഇന്ത്യയുടേതും ഉറപ്പുള്ള പ്രദേശത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുതിയ സംസ്ഥാനം, ക്രിയേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ആണ് അല്ലെ. ഒരു പുതിയ സംസ്ഥാനം വേണമെങ്കിൽ രൂപീകരിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ നമുക്കറിയാം അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിയുന്ന സമയത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും എന്നൊക്കെ പറഞ്ഞുള്ള ആ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രൊവിൻസുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് സംസ്ഥാനം, ഭാഷാ സംസ്ഥാനം വേണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്കുണ്ടായിരുന്ന എത്രയായിരുന്നു? 14 സ്റ്റേറ്റ്സും 6 യൂണിയൻ ടെറിട്ടറിയും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പൊ നമുക്ക് എത്രയാണുള്ളത്? ഇപ്പൊ നമുക്ക് 28 സ്റ്റേറ്റ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഇതെല്ലാം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അകത്തുണ്ടായിരുന്ന സംസ്ഥാനങ്ങളെ തമ്മിൽ വിഭജിച്ചോ അതിന്റെ അതിർത്തിയിൽ മാറ്റം വരുത്തിയൊക്കെ അല്ല. അപ്പൊ നമ്മളൊരു ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്തു. അതിനെ ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന എങ്ങനെയാണ്? 2 സ്റ്റേറ്റിന് തമ്മിൽ വേണമെങ്കിൽ വിഭജിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെ, 2 സ്റ്റേറ്റുകളെ തമ്മിൽ വിഭജിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ നമുക്ക്, അല്ലെ, അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോ 2 സംസ്ഥാനങ്ങളെ തമ്മിൽ വിഭജിക്കുവാനോ 2 സംസ്ഥാനങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി മാറ്റുവാനോ സാധിക്കും. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം തന്നെ എടുത്തു കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ കേരളത്തിനെയും തമിഴ്നാടിനെയും കർണാടകത്തിനെയും ആന്ധ്രയുടെയും ഭാഗം എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു മദ്രാസ് സ്റ്റേറ്റ് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. അവർക്ക് പാർലമെന്റിന് മാറ്റാൻ സാധിക്കും എന്ന് പറയുന്നത്, അല്ലെ. ഇനി അതുപോലെ ഒരു ന്യൂ സ്റ്റേറ്റ് രൂപീകരിക്കാനായിട്ട് പിന്നെയോ ബൗണ്ടറി ഉണ്ടല്ലോ, സ്റ്റേറ്റിന്റെ ബൗണ്ടറി. ഈ ബൗണ്ടറിയിൽ വേരിയേഷൻ വരുത്താം. ബൗണ്ടറിയിൽ വേരിയേഷൻ വരുത്തുക എന്ന് പറയുന്നിടത്ത് ബൗണ്ടറി കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. അപ്പൊ അതിർത്തി കൂട്ടി എന്ന് വെച്ചാൽ സംസ്ഥാനം വലുതായി എന്നാണ്. അതിർത്തി കുറഞ്ഞു എന്ന് വെച്ചാലോ സംസ്ഥാനം കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ അതിർത്തി വെട്ടിച്ചുരുക്കിയിട്ടാണ് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം ഉണ്ടാക്കിയത്. ബീഹാർ എന്ന സംസ്ഥാനത്തിന്റെ അതിർത്തി വെട്ടിച്ചുരുക്കിയിട്ടാണ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ ബൗണ്ടറിയിൽ വ്യത്യാസം വരുത്തുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നെയോ ഇനി അടുത്ത് എന്തായിരിക്കാം? നെയിം ഓഫ് എ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നെയിം. അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ടു ചേഞ്ച് ദ നെയിം ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാം, അതാണ് പറയുന്നത്, അല്ലെ. തമിഴ്നാട് എന്ന പേര് 1969 വരുന്നത്. അതിനു മുൻപ് അതിന്റെ പേര് മദ്രാസ് എന്നായിരുന്നു. കർണാടകം എന്ന പേര് വരുന്നത് 1973 അതിനു മുമ്പ് അതിന്റെ പേര് മദ്രാസ് എന്നായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഉത്തരാഞ്ചൽ എന്നായിരുന്നു ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ പഴയ പേര്. ഉത്തരാഞ്ചൽ എന്ന പേര് മാറി ഉത്തരാഖണ്ഡ് വരുന്നത് 2006 അപ്പൊ നോക്കിക്കേ, പേര് മാറ്റാനും പാർലമെന്റിന്റെ പവർ മതി എന്നാണ് പറയുന്നത്. അപ്പൊ നാളെ കേരളത്തിന്റെ പാർട്ടി മാറ്റിയിട്ട് നാളെ മലയാള രാജ്യം മാറ്റണമെന്നുണ്ടെങ്കിൽ ആര് തീരുമാനിച്ചാൽ മതി? പാർലമെന്റ് തീരുമാനിച്ചാൽ മതി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പാർലമെന്റ് ചുമ്മാതങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. ഈ പാർലമെന്റിന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂർ അനുവാദം എടുക്കേണ്ടതുണ്ട്, അല്ലെ. പ്രയർ പെർമിഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ആരുടെ പെർമിഷൻ ആണ് മുൻകൂറായിട്ട് എടുക്കേണ്ടതെന്ന് അറിയാവോ? പ്രയർ പെർമിഷൻ മറ്റാരുടേതുമല്ല, ചെന്തുലുമ്പ് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല. ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റിന്റെ പ്രിയർ പെർമിഷൻ ഇവിടെ അനിവാര്യമാണ്. ഏത് ബില്ലിന്? ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ പുതിയതായിട്ടൊരു സംസ്ഥാനം രൂപീകരിക്കുന്നതിനോ ആ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ പുനഃക്രമീകരണങ്ങൾ വരുത്തുന്നതിനോ ആ സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിനോ ഈ പാർലമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ, അതൊരു ബില്ലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ആ ബില്ല് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇതേപോലെ മുൻകൂർ അനുമതി വേണ്ട മറ്റൊരു ബില്ലുണ്ട്. ആ ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്ന ബില്ലെന്ന് നമ്മൾ ഇവിടെ ഓർത്തേക്കുക. അപ്പോൾ മൂന്നാമത്തെ ഇതാണ്. അപ്പൊ ഇത് പ്രകാരം നോക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ വ്യവസ്ഥ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഒരു ബില്ല് ചെന്ന് കഴിയുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഈ സംസ്ഥാനങ്ങളോടൊന്ന് ചോദിക്കണം, അതെ നിങ്ങളുടെ പേര് മാറ്റാൻ പോവുകയാണ്, നിങ്ങളുടെ ബൗണ്ടറിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്, നിങ്ങളെ വെട്ടിമുറിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒതുപ്പിക്കാനുണ്ടോ എന്ന് പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഈ പറയുന്ന സംസ്ഥാനങ്ങളോട് ചോദിക്കണം. എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു സമയവും കൊടുക്കണം. ഇത്ര സമയത്തിനകം നിങ്ങളുടെ മറുപടി കിട്ടിയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സംസ്ഥാനത്തിന് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ല എന്നുണ്ടെങ്കിലും പാർലമെന്റ് എടുക്കുന്ന തീരുമാനം മാത്രമേ ഇവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ദയാദാക്ഷിണ്യത്തിലാണ് കഴിയുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ അധികാരമുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന ഓർത്തേക്കുക. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിനെ ഇല്ലാതെയാക്കാം. കാര്യം എന്താണ്? ഈ സംസ്ഥാനങ്ങള് ഇവിടെ കേന്ദ്രവുമായിട്ട് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലല്ല ഉള്ളത്, അല്ലെ. ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. മറ്റത് അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അവർ എഗ്രിമെന്റ് പ്രകാരം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് അമേരിക്കയിലും കാനഡയിലും അവിടുത്തെ സംസ്ഥാനങ്ങളെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടുന്നത്, അല്ലെ. ആ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ പറ്റും, പക്ഷെ സംസ്ഥാനത്തിന് കേന്ദ്രത്തെ നശിപ്പിക്കാനായിട്ട് പറ്റില്ല. അമേരിക്കയിൽ നേരെ തിരിച്ചാണ് അവസ്ഥയുള്ളത്. അവിടെ കേന്ദ്രത്തിന് സംസ്ഥാനത്തെ നശിപ്പിക്കാൻ അധികാരമില്ല, അതേപോലെ സംസ്ഥാനത്തിന് കേന്ദ്രത്തെ നശിപ്പിക്കാനായിട്ടുള്ള അധികാരമില്ല എന്നാ പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 3 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് കണക്കാക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടുന്നത് 4 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ 4, അല്ലെ. ആർട്ടിക്കിൾ 4 പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഈ രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടേതല്ലാത്ത ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഇന്ത്യ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇനി എക്സാമ്പിൾ ഇന്ത്യയും
ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ബംഗ്ലാദേശിനെ ഇന്ത്യ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു. ബംഗ്ലാദേശിനെ ഇന്ത്യ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുവാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് വരിക. അപ്പോൾ ബംഗ്ലാദേശിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കണം. അങ്ങനെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഈ 4-ാമത്തേത്. അതായത് ഒരു ന്യൂ സ്റ്റേറ്റിന് എങ്ങനെയുള്ളത് ഈ ആർട്ടിക്കിൾ 2 പ്രകാരമുള്ള, അതായത് ഇന്ത്യയുടേതല്ലാത്ത ഒരു ഭൂപ്രദേശത്തെ ഇന്ത്യൻ ഭൂപ്രദേശമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പുതിയ ചില നിയമനിർമ്മാണങ്ങൾ നടത്തിയേ മതിയാവുകയുള്ളൂ. ആ നിയമനിർമ്മാണത്തെ കുറിച്ച് പറയുന്നതാണ് 4 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിള് 2, 3, 4 എന്നിവയാണ്. കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ 1 നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ പ്രസക്തമായ ഒരു സംശയവും ചോദ്യവും ഒക്കെ പലർക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ, മറ്റൊരു രാജ്യത്തിൻ്റെത് വിട്ടുകൊടുക്കാറുണ്ടോ എന്നും ചോദ്യം വരും. വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയിൽ നിയമനിർമ്മാണം വഴിയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരു വ്യവസ്ഥ പ്രകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 9-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1960 ആ ടൈമിൽ നടത്തപ്പെട്ടതാണ്. 1960 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ബെരിബാറി എന്ന് പറയുന്ന ഒരു എൻക്ലേവ് ഉണ്ട്. ബെരിബാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ആണല്ലോ, ഒരു ഭൂപ്രദേശമാണ്. ഇതിനെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായി. ഇത് ഇന്ത്യയുടെ ഉള്ളിലുള്ളതാണ്, അതല്ല ഇത് കിഴക്കൻ പാകിസ്ഥാന്റെ ഉള്ളിലാണ്. അതായത് ബോൺ ഓഫ് കൺവെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്കപ്രദേശമായിരുന്ന ബെരിബാറി ഐലൻഡിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായപ്പോൾ ആ തർക്കം ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അവകാശവാദം ഈ ദ്വീപിന്മേൽ ഉണ്ടായിരുന്നത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇത് പപ്പാതി വീതിച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബെരിബാറി എൻക്ലേവ് നമ്മൾ പകുതി അങ്ങോട്ടും കൊടുത്തു, പാകിസ്ഥാൻ പകുതി ഇങ്ങോട്ടും തന്നു. അങ്ങനെ സമാസമം എന്ന രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതാണ് ബെരിബാറി എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ ചൊല്ലി എന്തുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ വെച്ചൊരു കേസുണ്ടായി. ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്, സോവറിൻ നേഷനാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് കൈവശമുള്ള ഒരു പ്രദേശം മറ്റൊരു രാജ്യത്തിന് കൊണ്ടുപോയി അടിയറവ് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് എന്ന് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു, ഒരു വിധി അങ്ങോട്ട് വിധിച്ചു. ആ വിധി എന്ന് വെച്ചാൽ മറ്റൊന്നും വരുന്നില്ല, ഈ സോവറിൻറ്റി എന്ന് പറയുന്നത് പരാമർശിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ. അപ്പോൾ ആമുഖത്തിൽ പറയുന്ന കാര്യം ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല, അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്ത് തെറ്റാണ് എന്ന രീതിയിലാണ് കേസ് കൊടുത്ത ആൾക്കാർ വാദിച്ചത്. അപ്പം ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അന്നൊരു വിധി വിധിച്ചു. അതായത് ആമുഖം എന്ന് പറയുന്നത്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അല്ല എന്നായിരുന്നു ആരുടെ വിധി, ഈ സുപ്രീം കോടതിയുടെ വിധി. അതുകൊണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന വിധി വന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്, ബെരിബാറി എൻക്ലേവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട്. ഇതേപോലെ ഇന്ത്യയുടെ കയ്യിലിരുന്ന കുറച്ച് പ്രദേശം മറ്റൊരു രാഷ്ട്രത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു ഭരണഘടനാ ഭേദഗതി ഇവിടെ നടന്നിട്ടുണ്ട്. അത് മറ്റൊരു ഭേദഗതിയാണ്. അതാണ് 100-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 100th അമെൻമെന്റ് ആക്ട് എന്ന് പറയും. അത് 2015 നടന്നത് അല്ലെ. ഈ 1960 ആ ഭൂമി വിട്ടുകൊടുത്തത് 2 രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന നൂൺ എന്നും പറയും. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് ആയിരുന്ന നൂൺ, ഫിറോസ് ഖാൻ നൂൺ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് അവിടെ ഉണ്ടായത്. ഇനി ഇതേപോലെ നോക്കിയാല് 100ാമത് അമെൻമെന്റ് ആക്ട് 2015 ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്ത്യ കൈവശം വെച്ചിരുന്ന ഏകദേശം ഒരു 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തിട്ട് പകരം അവരുടെ കയ്യിലിരുന്ന 51 പ്രദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് നമ്മൾ വാങ്ങിച്ചു. ഇതായിരുന്നു 100ാമത് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന പ്രദേശങ്ങൾ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിന് വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും പാർലമെന്റ് അതൊരു നിയമമായിട്ടൊരു ബില്ലായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് മസ്റ്റാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആർട്ടിക്കിള് 2, 3, 4 നമ്മളിവിടെ വിശദമായിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തീർത്തും അങ്ങോട്ട് എഴുതിയ കാര്യം. താല്പര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് കൂടുതലെന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തുടരേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിത് നിർത്തിക്കോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.